1912 ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മെർക്ക് ആണ് ഈ ഒരു സിന്തറ്റിക് ഡ്രഗ് വികസിപ്പിച്ചെടുത്തത്. പിന്നീട് അതിൻ്റെ ഒരു അബ്യൂസ് പൊട്ടൻഷ്യൽ മുതലെടുത്ത് അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലിലാണ് പ്രധാനമായിട്ടും ഡ്രഗ് ആക്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിൽ കണ്ടുവരുന്ന നമുക്ക് ഏവർക്കും ആവശ്യമുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമിൻ ലെവൽ ഇംബാലൻസ് ചെയ്താണ്. അപ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ നമുക്ക് പല കാര്യങ്ങൾക്കും ആവശ്യമുള്ളൊരു കെമിക്കലാണ്. നമ്മൾ ലേണിങ്ങും നമ്മുടെ മോട്ടിവേഷനും നമ്മുടെ ഡെയിലി മൂവ്മെൻറ്റ്സ് നമ്മുടെ ആക്ഷൻ അങ്ങനെ പല കാര്യങ്ങൾക്കുമായി ആവശ്യമുള്ളൊരു ന്യൂറോ കെമിക്കലാണ് നമ്മൾ ഈ പറയുന്ന ഡോപ്പമിൻ. പക്ഷേ ഒരു MDMA അല്ലെങ്കിൽ ഏതൊരു ഡ്രഗ് ആണെങ്കിൽ പോലും അത് പ്രധാനമായിട്ടും അതിൻ്റെ ഫിസിയോളജിക്കൽ എഫക്ട്സ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഡോപ്പമിൻ ലെവൽസിൽ ഒരു ഇംബാലൻസ് ഉണ്ടാക്കിയിട്ടാണ്. അതായത് MDMA തുടർച്ചയായി ഉപയോഗിക്കുന്ന ഒരാളുടെ ഡോപ്പമിൻ ലെവൽസ് ഒരു ഡോപ്പമിൻ എക്സ്പ്ലോഷനാണ് ഇവരുടെ ഈ ഒരു തലച്ചോറിൽ ഉണ്ടാകുന്നത്. ഈ ഡോപ്പമിൻ എക്സ്പ്ലോഷൻ തന്നെയാണ് ഈ ഒരു MDMAയുടെ ഡിപ്പെൻഡൻസ് പ്രോപ്പർട്ടിയും അഡിക്റ്റീവ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന ഈ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നത്. ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു രാസവസ്തു അത് ഒരു നോർമൽ ലെവലിൽ നമുക്കെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു സാധനമാണ്. അത് കൂടുന്നതും കുറയുന്നതുമായ പല അവസ്ഥകളുണ്ടാവാം. കുറയുന്ന അവസ്ഥകളാണ് നമ്മൾ ന്യൂറോളജി പരമായി കണ്ടുവരുന്ന പാർക്കിൻസൺ ഡിസീസൊക്കെ.